ട്യൂഷന്റെ IT ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ITയിൽ വരുന്ന 4th ചാപ്റ്റർ ആയ പ്രോഗ്രാമിംഗിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുന്ന ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണ്? അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പറയുന്നത് പൈത്തൺ, ജാവ, C++, C, പാസ്കൽ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: പൈത്തൺ, ജാവ, C++, C, പാസ്കൽ, QBasic, etc. ക്വസ്റ്റ്യൻ: ഹൗ ടു റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം? പൈത്തൺ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത്? അപ്പം നമുക്കൊന്നില്ലെങ്കിൽ പൈത്തൺ ഷെല്ല് യൂസ് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ തോണി ആപ്പിനകത്തുള്ള ഷെല്ല് യൂസ് ചെയ്തിട്ട് പൈത്തൺ പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നമുക്ക് എന്താണ് പ്രോഗ്രാം വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രാം റൺ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ഓപ്പൺ IDL3 ഫ്രം ദ പ്രോഗ്രാമിംഗ് മെനു .python ഷെൽ വിൻഡോ വിൽ ഓപ്പൺ. ടൈപ്പ് പ്രിന്റ് ഹലോ വേൾഡ് ഇൻ ഷെൽ പ്രോംപ്റ്റ് ആൻഡ് പ്രസ് എൻ്റർ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. IDL ഷെല്ലിനകത്ത് എങ്ങനെ ഒരു പ്രോഗ്രാം എഴുതാൻ നോക്കാം. പിന്നെ IDL ഷെല്ല് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെ സെർച്ചിനകത്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ IDL ഷെല്ല് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇതിനകത്ത് നമ്മൾ വെറുതെ പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് കോഡ്സിൽ ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് അവിടെ തന്നെ വരുന്നതായിരിക്കും. ഇനി അതേസമയം നമ്മുടെ വാല്യൂസ് എന്തെങ്കിലും ആഡ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ 8 + 5 എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ വാല്യൂ അപ്പം തന്നെ വരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയാണ് ഷെല്ലിനകത്ത് നമ്മളൊരു പൈത്തൺ പ്രോഗ്രാം എഴുതുന്നത്. ഇനി സപ്പോസ് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതിയത് ഒറ്റയടിക്ക് എക്സിക്യൂട്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഫയൽ എടുത്തിട്ട് അതിനകത്ത് ന്യൂ ഫയൽ എടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും പ്രോഗ്രാം കൊടുക്കാം. അപ്പം ഞാനിവിടെ പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് കോഡ്സിനകത്ത് ഹലോ എന്ന് കൊടുത്തു. എൻ്റെ അടിക്കാം. ഇനി എനിക്കിവിടെ ഒന്നും കൂടി പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ പ്രിന്റ് കോഡ്സിനകത്ത് വെൽക്കം എന്ന് കൊടുക്കാം. ഇപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. അത് പ്രിന്റ് ഹലോ കൊടുത്ത് എൻ്റർ അടിച്ചാൽ ഹലോ പ്രിന്റ് ചെയ്യും. അത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒറ്റയടിക്ക് പ്രിന്റ് ചെയ്തെടുക്കണമെങ്കിൽ ഇങ്ങനെ നമുക്കൊരു പുതിയ ഫയലിനകത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഫയലൊന്ന് സേവ് ചെയ്യാം. എന്തെങ്കിലും ഒരു പേരിൽ സേവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ വന്നിട്ട് .py ആയിട്ട് കൊടുക്കാം. എന്നിട്ട് സേവ് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അത് റൺ ചെയ്യാവുന്നതാണ്. റൺ ചെയ്യാൻ നമുക്ക് F5 പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് F5 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഹലോ വെൽക്കം ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് റൺ ചെയ്യാം. അതേസമയം പുതിയ ഫയൽ എടുത്തിട്ട് നമുക്ക് വേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒരൊറ്റയടിക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് .py എക്സ്റ്റൻഷൻ ഫയൽ? .py എക്സ്റ്റൻഷൻ ഫയലിൻ്റെ പർപ്പസ് എന്താണ്? ഇപ്പോൾ ഒരു .py എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത് പൈത്തൺ സ്ക്രിപ്റ്റ്, കോഡ് അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഒരു .py എക്സ്റ്റൻഷനുള്ള ഫയൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിനകത്ത് പൈത്തൺ കോഡാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. A .py file is a file that contains Python code. Python is a popular programming language and files with the .py extension are used to store Python script programs or modules. ഇപ്പോൾ .py എക്സ്റ്റൻഷൻ കാണുന്ന ഫയൽസ് ഒക്കെ പൈത്തൺ കോഡിലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതെങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ നോക്കാം. ഞാനിവിടെ ഫയൽ എക്സ്പ്ലോറിനകത്ത് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുമ്പോൾ നമ്മുടെ ഇവിടെ കുറേ .py എക്സ്റ്റൻഷനുള്ള ഫയൽസ് കാണാൻ കഴിയും. അപ്പോൾ .py എക്സ്റ്റൻഷൻ കണ്ടാൽ തന്നെ നമുക്കറിയാം അതെല്ലാം പൈത്തൺ ഫയൽസ് ആണെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ p3.py പറഞ്ഞൊരു ഫയലാണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് വിത്ത് IDLE പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പൈത്തൺ കോഡുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. അതായത് പൈത്തണിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് .py എക്സ്റ്റൻഷനിലാണ് സേവ് ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ:
റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ. ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പൈത്തൺ ലാംഗ്വേജിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കതങ്ങനെ ചെയ്യാൻ നോക്കാം. റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം നമുക്ക് എഴുതാം. അപ്പം ഞാനതിന് ന്യൂ ഫയൽ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ലെങ്ത്തും ബ്രെഡ്ത്തും ഏരിയയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എൽ പറഞ്ഞ വേരിയബിളിലോട്ട് 80 പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബ്രെഡ്ത്ത് 60 കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഏരിയയാണ് കാണേണ്ടത്. അപ്പം ഏരിയ ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കൊടുക്കാം. എൻ്റർ അടിക്കാം. ഇനി നമുക്ക് ഏരിയ പ്രിന്റ് ചെയ്യാം. പ്രിന്റ്, അപ്പം നമ്മുടെ ഏരിയ പറഞ്ഞ ഒരു വേരിയബിളിലാണ് നമ്മുടെ ഏരിയ കിടക്കുന്നത്. അത് പ്രിന്റ് ചെയ്യാം. അപ്പം ഇതിന് സേവ് ചെയ്യുന്നുണ്ട്. ഒരു p11.py വേണ്ടി കൊടുക്കുന്നുണ്ട്. സേവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ഇൻറ്റന്റ് വരുന്നുണ്ട്. അത് നമ്മൾ സ്പേസ് കൊടുത്തതാണ്. സ്പേസ് ഒക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സ്പേസ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എറർ അടിക്കും. ഇത് വീണ്ടും റൺ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി സേവ് ചെയ്യാനാ പറയുന്നത്. സേവ് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ 4800 എന്നാണ് നമുക്ക് വാല്യൂ വരുന്നത്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 80 × 60 ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 8 × 6 പറയുന്നത് 48 ആണ്. അതിൽക്കൂടെ 2 0 ആഡ് ചെയ്ത് 4800 ആണ് നമ്മുടെ ഏരിയ പ്രിന്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ഓപ്പൺ എ ന്യൂ ഫയൽ ഇൻ പൈത്തൺ ഷെൽ, ദാറ്റ് ഈസ് ഫയൽ ന്യൂ ഫയൽ. ടൈപ്പ് ദ പ്രോഗ്രാം L = 80, B = 60. അത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 80യും 60 ആണ് എടുക്കുന്നത്. അപ്പോൾ ഏരിയ പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു ഏരിയ ഏത് വേരിയബിളാണ് അസൈൻ ചെയ്തിരിക്കുന്നത് അത് പ്രിന്റ് ചെയ്തെടുക്കാം. സേവ് ദ ഫയൽ ഇൻ എ ഫോൾഡർ. അപ്പോൾ ഈ ഒരു ഫയൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് ഇവാൽ ഇൻപുട്ട് ഫംഗ്ഷൻ. അതായത് ഇവാൽ ഫംഗ്ഷനുള്ള ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വേരിയബിളിനകത്ത് ഇവാലുവേറ്റ് വേണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇവാലുവേറ്റ് ഫംഗ്ഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വന്നിട്ട് നമ്മൾ എന്താണോ അവിടെ ഇൻപുട്ടായി കൊടുക്കുന്നത് അതിനെ പൈത്തൺ കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് റിസൾട്ട് ചെയ്ത് തരുന്നത്. ഇനി ഈ ഇൻപുട്ട് ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ യൂസറിന്റെ കയ്യിൽ നിന്നും ഒരു വാല്യൂ ഗെറ്റ് ചെയ്യാനാണ് ഇൻപുട്ട് ഫംഗ്ഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഇവാലുവേറ്റും ഇൻപുട്ടും ഒരുമിച്ച് വരുമ്പോൾ യൂസർ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പൈത്തൺ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും. ഇത് ഇവാൽ ഫംഗ്ഷൻ കൺവേർട്ട് ചെയ്തിട്ട് ആ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് വരും. അപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് അതങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്, അത് കമൻറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. പിന്നെ എക്സ് പറഞ്ഞ വേരിയബിളിലോട്ട് 3 പറഞ്ഞ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റിസൾട്ട് പറഞ്ഞ വേരിയബിളിനകത്തോട്ട് യൂസറിൻ്റെ നിന്ന് ഒരു എക്സ്പ്രഷൻ ഗെറ്റ് ചെയ്തിട്ട് അതിനെ പൈത്തൺ കോഡിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ വാല്യൂ ആണ് റിസൾട്ടിൽ നമ്മൾ സേവ് ചെയ്യുന്നത്. ആ വാല്യൂ ആണ് റിസൾട്ടിലുള്ള വാല്യൂ ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇവാൽ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ F5 പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു IDLE ഓപ്പൺ ചെയ്ത് വന്നു. ഇതിനകത്ത് എക്സ്പ്രഷൻ എൻട്രി ആണ് പറയുന്നത്. അപ്പോൾ എക്സ്പ്രഷൻ ഞാൻ ഓൾറെഡി ഇതിനകത്ത് കമൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, 3 പറഞ്ഞിട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വരുന്ന വാല്യൂ ഈ എക്സിനകത്ത് അസൈൻ ചെയ്തിട്ടായിരിക്കും അത് നമുക്കിവിടെ റിസൾട്ട് പ്രിന്റ് ചെയ്ത് വരാം. അപ്പോൾ നോക്കാം. ഇപ്പോൾ 3 ആണെങ്കിൽ ഇവിടെ 3 × 3 + 1 പറയുന്നത് 4 × 3 + 2 പറയുന്നത് 5. അതായത് 3 × 4 × 5 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 3 × 4 പറയുന്നത് 12, 12 × 5 പറയുന്നത് 60 ആണ് ആൻസർ വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ 60 പറഞ്ഞ ആൻസർ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എക്സ് പറയുന്ന വേരിയബിളിന് നമ്മൾ 3 പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂസറിൻ്റെ ഒരു എക്സ്പ്രഷൻ ഗെറ്റ് ചെയ്തിട്ട് അതിനെ പൈത്തൺ കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ആൻസർ റിസൾട്ടിൽ സേവ് ചെയ്യുന്നുണ്ട്. ആ റിസൾട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ
ആ ഒരു എക്സ്പ്രഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ പ്രിന്റ് ചെയ്ത് വരുന്നതായിരിക്കും. ഇനി സപ്പോസ് നമ്മൾ എക്സിൻ്റെ വാല്യൂ ഞാൻ 2 കൊടുക്കുന്നുണ്ട്. 2 കൊടുത്തിട്ട് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ് വരിക. ഇപ്പോൾ 2 ഇൻറ്റു 3 പറയുന്നത് 6, 6 ഇൻറ്റു 4 24 ആണ് വരേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് സേവ് ചെയ്യണം. അപ്പോൾ ഓക്കെ കൊടുത്തിട്ട് ഇപ്പോൾ എക്സ്പ്രഷൻ ചോദിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. അപ്പോൾ 24 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: it is used to ask the user to type something like a max expression and then evaluate function runs that as a Python code to give the result. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.